ഫ്രണ്ട്സ്, എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ണറിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ചെറിയൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഉള്ളി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഉള്ളി ചമ്മന്തി ഇഷ്ടമില്ലാത്തൊരു ആര് തന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരുപാട് ചോറ് കഴിക്കാനൊക്കെ പറ്റും. ഇതിൻ്റെ കൂടെ മീൻ വറവുണ്ടായാലും അതും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അടിപൊളി ചമ്മന്തിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഉള്ളി ചമ്മന്തി എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഒരുപാട് ഉള്ളിയൊക്കെ വേണമെന്ന്. കുറച്ച് ഉള്ളി മതി, ഒരു കൈപ്പിടിയോളം ഉള്ളി മതി. ചെറിയ ഉള്ളി, അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു സവാളയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സവാളയും ഉള്ളിയും കൂടിയിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 4 അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി കേട്ടോ. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെളുത്തുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് അടുപ്പിൽ പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയാണല്ലോ നമ്മുടെ ചമ്മന്തിക്കൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്, വെളിച്ചെണ്ണയാണല്ലോ. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം, പക്ഷേ വെളിച്ചെണ്ണയായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും സവാളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി എണ്ണയിലേക്ക് ഒന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കണം കേട്ടോ. വഴന്നു വരാനായിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായി ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിയും അതുപോലെ തന്നെ മുളകും ഒക്കെ ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. തീ വളരെ മീഡിയത്തിൽ ഇട്ടിട്ടേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തീ ഓഫാക്കിയിട്ടുണ്ട്. തീ ഓഫാക്കിയ ശേഷം മുളക് പൊടി ചേർത്താൽ മതി. അല്ലെങ്കിൽ എണ്ണ ഓൾറെഡി ചൂടായിരിക്കുന്നതാണല്ലോ. അപ്പോൾ അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂണോളം മുളക് പൊടി കേട്ടോ. ചെറിയ സ്പൂണാണേ. 2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ചൂടായ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് ചെറുതായ മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഇത് മിക്സിയുടെ ഈ കൂട്ട് ചെറുതായി ഒന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായി അരയ്ക്കണ്ട, ചെറുതായി ഒന്ന് 2-3 തവണ തിരിച്ചെടുക്കണം. അതിലേക്ക് അരയ്ക്കണ സമയത്ത് അതിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി ചേർക്കണം കേട്ടോ. ചെറുതായി ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് മാറ്റാം. ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ചെറുതായി പിച്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിനി വെള്ളം ഒഴിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഓൾറെഡി എണ്ണയുണ്ട്, വെളിച്ചെണ്ണയുടെ അംശം ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയുടെ ഒന്ന് അടിച്ചെടുക്കാം. നന്നായി അരയരുത്, ചെറുതായിട്ട് ഒന്ന് 2-3 തവണ കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഒരുപാട് അരയേണ്ട ആവശ്യമില്ല, കുറച്ച് ഇങ്ങനെ അരഞ്ഞാൽ മതി കേട്ടോ. ഈ അളവിൽ അരഞ്ഞാൽ മതി. ഇതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പാകത്തിനാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് പാകത്തിനാണ്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താം. അപ്പോൾ ചമ്മന്തി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഒരു ഇലയിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ ചമ്മന്തി ഉണ്ടാക്കി നോക്കണം. നമുക്ക് അറിയുന്നില്ല എന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ചമ്മന്തി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ചോറ് കഴിക്കാൻ നമുക്ക് പറ്റും. മാത്രമല്ല എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.